ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോവുക കേട്ടോ. ഇപ്പോൾ 8 മാസമായി. അപ്പോൾ നമ്മൾ തൊടുപുഴയ്ക്ക് പോകാൻ പോവാണ്. കോയമ്പത്തൂരിൽ നിന്നാട്ടോ യാത്ര. എങ്ങനെ ആവുന്നൊന്നും അറിയത്തില്ല ഗായ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും അപ്പോൾ ദേ രാവിലെ തന്നെ പോകുന്നതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ നിങ്ങൾ മുഖത്ത് കാണുന്നത്. കാരണം നമ്മുടെ ചേട്ടായി ഇല്ല, അതിൻ്റെ ഒരു സങ്കടം. അച്ഛന് ഉറക്കം വരികടാ കുഞ്ഞാ? ഉറക്കം വരുന്നുണ്ടോ? ബസ്സിൽ പോകുമ്പോൾ ഉറങ്ങാം അല്ലേ? ഒന്നാമത്തെ കാര്യം ഇന്നലെ കൊച്ച് ലൈറ്റായിട്ടോ കിടന്നുറങ്ങിയത്. അപ്പം അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ബസ്സിൽ കയറി ഉടനെ ഉറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ പോകുന്നത് ഞാനും പിന്നെ അമ്മച്ചി കൊച്ചും ഞങ്ങൾ 3 പേരുമാണ് പോകുന്നത്. ബസ്സിലാണ് പോകുന്നത്. എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഉക്കട എത്തിയിട്ടോ. ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഉക്കട എത്തിയത്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അത്തസിന് ബജ്ജി മേടിച്ചു കൊടുത്തു, ഞങ്ങളും കഴിച്ചു കേട്ടോ. ഞങ്ങൾക്ക് ബസ് കിട്ടി ഗായ്സ്. ടാറ്റാ. തുഷ്മോൾ എന്താ തിന്നുന്നേ? പാപ്പം എന്താ സ്നാക്സ് മീനി കഴിക്കും. ഉഴുന്നുവട വാങ്ങിയിട്ടുണ്ട്. കൊച്ചിന് ഉഴുന്നുവട ഇഷ്ടമാണ്. പഴം തിന്നട്ടെ, അത് തിന്നട്ടെ. കടികളില്ലേ നല്ല ചൂട് പരിപ്പോടെ. ഞാനും കൂടെ പോരുന്ന ദിവസമുണ്ടല്ലോ. അതേ ഗായ്സ്, ബസ് എടുക്കണോ? ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ബസ്സാട്ടോ കയറുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടോന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഈ കുഞ്ഞാവ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ബസ് കയറുമ്പോൾ ഉറങ്ങുന്നു. ഇതാണ് അവസ്ഥ. ഇല്ല, അവൾ വന്നില്ല. ഇതൊക്കെ നമ്മളിത് കോട്ടമൈതാനം എത്തിയിട്ടോ. കോട്ടമൈതാനം എത്തിയില്ലേ? അങ്ങനെ പാലക്കാട് KSRTC സ്റ്റാൻഡിലെത്തിയിട്ടോ. KSRTC വെയിറ്റിംഗ് റൂമിൽ വന്നേക്കാട്ടോ. ഹായ്. ഇതെന്നത് ഇങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്കി. 1 ഹവറിന് ഏകദേശം ഒരാൾക്ക് 20 രൂപ. ഇനി പോവാ ബാത്റൂമിക്ക്. അപ്പോൾ നമുക്ക് തൃശ്ശൂരിക്കുള്ള ബസ് കിട്ടിയിട്ടോ. സത്യം പറഞ്ഞാൽ തൊടുപുഴയ്ക്കുള്ള ബസ്സായിരുന്നു കയറുണ്ടാവും. തൃശ്ശൂർക്കുള്ള ബസ്സേ കിട്ടിയുള്ളൂ. തൊടുപുഴ ബസ്സിലൊക്കെ സീറ്റ് ബുക്കിങ് ചെയ്യാൻ പറ്റും. ഷാർട്ടൂസിന് അതേവിടെ എത്തിയിട്ടുണ്ടല്ലോ. അയ്യോ ഭയങ്കര ചൂടാണ്. ഈ കിടക്കുന്ന ബസ്സാണ് തൊടുപുഴ. ഇനിയിപ്പോൾ തൃശ്ശൂരിൽ ഇറങ്ങിയിട്ട് വേണം തൊടുപുഴയ്ക്ക് ബസ് വരാൻ. കാരണം ഫുഡ് കഴിക്കാൻ ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടാവും. വെള്ളം വാങ്ങിയാണ്. ഇവിടെയൊക്കെ ഈ 10 രൂപ കോയൺ. തമിഴ്നാട്ടിൽ ഈ സംഭവം അങ്ങനെ എടുക്കലില്ല. കോയണേ ഇപ്പം 20 രൂപയുടെ കോയൻ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? 20 രൂപ കോയൻ. ബാഗൊന്ന് നീക്കി വെക്കുന്നത് നമുക്ക് ബാഗ് വെക്കാൻ പറ്റില്ലല്ലോ. നിർത്തി
തണുപ്പ് മാറുന്നത് ഇതിക്ക് ഒഴിച്ച് വെച്ചാൽ മതി കൊച്ചിന് കുടിക്കാം. ബൈ. നമ്മൾ എ സി റൂമിൽ ഇരിക്കുമ്പോൾ പൊളി ഇറങ്ങും. അടിപൊളി വൈബാണ്. ഒരാൾക്ക് 20 റുപ്യ റൂമിൽ. 1 മണിക്കൂർ ഇരിക്കാൻ മതി. 1 മണിക്കൂറൊന്നും ആവില്ലല്ലോ ബസ് വരാൻ. പിന്നീട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മയങ്ങിയപ്പോഴത്തേക്കും തുരങ്കം എത്തി ഗൈസ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചാടി ഫോണെടുത്തിട്ട് വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പം എത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനിയുണ്ട് യാത്ര. ബസ്സൊക്കെ ഫുള്ള് ഇരുട്ടാട്ടോ, ഒന്നും കാണുന്നില്ല. അത് കുപ്പി വെച്ചിട്ടുണ്ടാക്കിയ സാധനം കൊള്ളാട്ടോ. വേസ്റ്റ് കുപ്പികൾ അവർ കളയാതെ ഉണ്ടാക്കിയതാ. കണ്ടോ കുപ്പി വെച്ചിട്ട് രൂപം. തൃശ്ശൂരെത്തി ഇവിടെ ബ്ലോക്കാണ്. ബ്ലോക്കിലെ അങ്ങനെ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലോട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എത്തി. പക്ഷേ ഇന്നലെ തൃശ്ശൂർ പൂരമായതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ എത്തി. ഇനി കഴിക്കണം. ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ടില്ല. ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തേക്കുന്ന ഉച്ചയ്ക്ക്. ഞാനും അമ്മച്ചിയും ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ മുട്ട പുഴുങ്ങിയത് കിട്ടുമല്ലോ. സാലഡ് വന്നു, അച്ചാർ വന്നു, അത്യാവശ്യം ഇഷ്ടപ്പെട്ട സാധനം അതവിടെ വെച്ചോളും. അങ്ങനെ ബിരിയാണി വന്നു കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. മുട്ട ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഞാൻ അമ്മച്ചിയോട്ട് ഇടാൻ പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ ഗായ്സ്, മുട്ട പോയിട്ട് ഒന്നുമില്ല. മുട്ടല്ല ഗായ്സ്, മസാല ഇല്ലാത്തൊരു ചിക്കനും. ഇനി കഴിക്കാം. മുട്ടല്ലാത്ത ബിരിയാണി ആയിരുന്നു ഗായ്സ്. അപ്പം അതേ തൊടുപുഴ ബസ്സിന് വേണ്ടിയിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബമ്മ പോസ്റ്റായിരുന്നു കേട്ടോ ഇവിടെ. എത്ര സമയം വരെ നമ്മളിവിടെ പോസ്റ്റ്? 1 മണിക്കൂറാണ്. നമ്മൾ വന്നപ്പോഴാണ് സമയം നോക്കിയായിരുന്നു. നമ്മൾ വന്നപ്പോൾ 1 മണി ഇവിടെ ചോറുണ്ടതോ 1:30 നമ്മൾ ചോറിനാൻ കയറിയതോ. എന്നാലും ഒരു മണിക്കൂർ പോസ്റ്റ് കേട്ടാ. നേരെ പിടിക്കാൻ ഞങ്ങളുടെ ബസ് കിട്ടി. നേരെ തൊടുപുഴ അല്ലേ പക്ഷേ ഇത്തിരി ആശ്വാസമുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെയല്ലേ പോയതല്ലേ. കഴിച്ച് സമാധാനമായി. പക്ഷെ ചൂടാ. എനിക്ക് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ആ റൂം എടുക്കുക. ആ റൂമിൽ 20 രൂപ, ആൾക്ക് 10 രൂപ. കുഴപ്പമില്ല. 40 റുപ്യ ഒരാൾക്ക് 20 രൂപ. 1 മണിക്കൂർ നല്ല റൂം അടിപൊളി ഇരിക്കുന്നതിന്. അതെ. നന്ദി. എൻ്റെ പൊന്നോ നല്ല ചൂടാട്ടോ. പിന്നെ പത്തരമാറ്റിലെ അനീഷ് അമ്മ അല്ലേ? പത്തരമാറ്റിൽ സീരിയൽ അഭിനയിക്കണ അയ്മേനെ കണ്ടോട്ടോ. അയ്മനെ കണ്ട കാര്യം പറയണ്ട. സെൽഫി അവരെ മകളെ കൂട്ടം വന്നതൊന്നല്ല. ഇങ്ങനെ നമ്മുടെ അത്യാവശ്യം കിടന്ന് ഉറങ്ങിയിട്ടോ. ഉറങ്ങിപ്പോയി. ഇവിടെ എത്തുമ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ഇത് ശ്രദ്ധിക്കട്ടോ. ഈ പൂക്കൾ വെച്ച സ്ഥലം. അന്ന് വന്നപ്പോൾ അധികം പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചുമ്മാ ചെടിയായിരുന്നു. ഇന്ന് വന്നപ്പോൾ കുറച്ചൊക്കെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഭയങ്കര രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ യൂട്യൂബിൽ എടുക്കാൻ തുടങ്ങിയത് കൊണ്ട്
അത് വീഡിയോ എടുത്തൊന്ന് മാത്രം. എനിക്ക് അങ്ങനെ ക്ഷീണം കാരണം ചെറുതായിട്ടൊന്ന് മയങ്ങിയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ടാബ്ലറ്റൊക്കെ എടുക്കാനുള്ളത് എടുത്തു. വലിയ കുഴപ്പമൊന്നുമില്ല. വയറിനാണെങ്കിലും അത്യാവശ്യം കുലുങ്ങാതെയൊക്കെ ആയിട്ട് പോണത് ബസ്. അതുകൊണ്ട് കുഞ്ഞാവയ്ക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. എനിക്കിനി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമാട്ടോ ഓരോ വീടിൻ്റെ ഭംഗി നോക്കി പോവുക. ഒരു വീട് കാണുമ്പോൾ ഈ വീട് നല്ല അടിപൊളി തോന്നും, വേറൊരു വീട് കാണുമ്പോൾ അതിന്. മൂവാറ്റുപുഴ അങ്ങനെ ദേ ഉറങ്ങിപ്പോയപ്പോൾ മൂവാറ്റുപുഴ എത്തി കേട്ടോ ഗൈസ്. ഇടയിലുള്ള സ്ഥലമൊന്നും എടുക്കാൻ പറ്റിയില്ല. ഈ ബസ്സാണെങ്കിൽ എവിടെയും അധികം നേരം നിർത്തുന്നില്ല, ചടപടയെ പറഞ്ഞിട്ട് പോവുക. ഡയറക്റ്റ് തൊടുപുഴയ്ക്കുള്ള ബസ്സാട്ടാ. അങ്ങനെ ദേ തൊടുപുഴ എത്തി. തൊടുപുഴ വെയിൽ കാരണം കാണുന്നുണ്ടോന്നല്ലോ. തൊടുപുഴ നമ്മൾ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. കാണുന്നില്ല നമ്മൾ കിട്ടിയാ അങ്ങനെ ദേ നമ്മുടെ കുന്നും മലകളും ഒക്കെ ഉള്ള അടിപൊളി വീടെത്തിയിട്ടാ. അങ്ങനെ ദേ ഗായ്സ് നമ്മുടെ ചെറിയ വലിയ ഭവനം എത്തിപ്പോയി. ഇനി ഫുൾ അടിപൊളി വ്ളോഗ്സ് ആവട്ടെ അതിനകത്ത്. എന്താ കുഞ്ഞ് കഴിക്കുന്നേ? അതാ പോയി. പിന്നെ കുറച്ചൊക്കെ അവളുടെ പപ്പയെ അന്വേഷിച്ചായിരുന്നു. ഞാൻ പേടിച്ചു പോയി കരയൊന്നും കാണാതെ ആകുമ്പോൾ. പിന്നെ അവളെ സെറ്റായിട്ടാ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടോ. ഇത് ഞാൻ പിറ്റേ ദിവസമായിട്ടോ എടുക്കുന്നത്. അന്ന് തന്നെ എടുക്കാൻ ഭയങ്കര ടയേർഡായിരുന്നു. വന്ന ഉടനെ കിടന്നുറങ്ങി. അപ്പോൾ സേഫായിട്ട് നമ്മളിവിടെ എത്തി. ഇത്രയും ലോങ് യാത്ര ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ചെയ്യേണ്ടി വന്നത്. സോ ഇപ്പോൾ ഞാൻ ഉള്ളത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ ഇനി ഡെലിവറി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഇനി മുന്നോട്ടുള്ള ഓരോ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പം അടുത്ത നല്ല വീഡിയോസായിട്ട് കയറുന്നവരിക്കും